ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂലൈ മന്തിലെയാണ്. ജൂലൈ മന്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്നുള്ളതാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ പിങ്ക്, ഇതാണ് പിങ്ക് കളർ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് സെക്കൻഡ് പൈൽ ഒരു ബ്ലൂ ഗ്രീൻ ആണെന്ന് പറയാം. അപ്പോൾ ബ്ലൂ എന്നോ ഗ്രീൻ എന്നോ എന്തെങ്കിലും പറയാം. ഒരു ഗ്രീൻ കളറിന് ഒരു കളറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിങ്ക്, ബ്ലൂ, ഫസ്റ്റ് പിങ്ക്, സെക്കൻഡ് ബ്ലൂ, അങ്ങനെ പറയാം. സെലക്ട് ചെയ്തോളൂ. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, ആരെങ്കിലും ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നിങ്ങളിത് എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ജൂലൈ മന്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. The world. The star. Okay, 2 മേജർ അർക്കാന കാർഡാണ്. Queen of Pentacles. Ten of Cups. Queen of Swords. Eight of Cups. Four of Cups. The Hanged Man. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. The Tree. We are the world. Creativity.
റിസപ്റ്റിവിറ്റി, ട്രസ്റ്റ്. ഇത്ര മതി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ടേണിങ് ഇന്നാണ്, കണ്ടില്ലേ? ടേണിങ് ഇന്നെന്ന് പറയുമ്പോൾ എന്താണ്? നിന്നിടത്തുനിന്ന് നിങ്ങൾക്കൊന്ന് വഴി മാറിപ്പോകാവുന്നതാണ്. അതായത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ സാധിച്ചില്ലെന്നിരിക്കട്ടെ, മറ്റൊരു വഴി തേടി വേറൊരു വഴിയിലൂടെ പോകാതെ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിലൂടെ മാത്രമേ പോകാവൂ എന്നല്ല പറയുന്നത്. പല വഴികളും ആലോചിക്കാൻ നിങ്ങൾക്ക് ഒരു സക്സസ് വരണമെങ്കിൽ, അത് ഒരു സക്സസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പല വഴികളും തേടാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികം വളരെയധികം സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ കപ്പ് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നിങ്ങൾക്ക് നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ വന്നിട്ടുണ്ട്, വേൾഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ, ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള സമയം, നിങ്ങൾക്ക് ഇനി വരുന്ന സമയം നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ തന്നെ ഈ ഒരു എനർജി പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് ജൂലൈ മാസത്തിലേക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡില്ല, കണ്ടില്ല? വേൾഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറുണ്ട് നിങ്ങൾക്ക്. ഈ മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഈ കടന്നുവരവ് എങ്ങനെയുള്ള കടന്നുവരവാണ്? ഇവിടെ സ്റ്റാർ ആവാനുള്ള ഒരു പദവി നിങ്ങളെ നോക്കിയിരിക്കുകയാണിത്. പോയ കാലത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പോയ കാലങ്ങളിൽ. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് വിടുതൽ ചെയ്തു, അതൊരു മോചനം നേടുകയാണ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകാനും, അന്യരാജ്യങ്ങളിൽ, വിദേശമല്ല എന്നാൽ പോലും അന്യരാജ്യങ്ങളിൽ, ഇവിടെ വിദേശം പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് പോകാനും അവിടെ നിന്ന് വിവാഹം കഴിക്കാനും വീണ്ടും പോകാനും ഫാമിലി സഹിതം വിദേശത്ത് വസിക്കാനും വിദേശത്ത് നല്ലൊരു ജോലിയിലൂടെ മുന്നോട്ട് പോകാനും ഒക്കെയും നിങ്ങൾക്ക് ഭാഗ്യം വന്നിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പലരും പഠിക്കാനാവാം വിദേശത്ത് പോകുന്നത്, അല്ല എങ്കിൽ ജോലി നേടാനും. കൂടെ 2 ഉദ്ദേശത്തിൽ പോകുന്നവരുണ്ട്, ഒരു ഉദ്ദേശത്തിൽ പോകുന്നവരുണ്ട്. എന്തായാലും ശരി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അടുത്ത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ വേൾഡ് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സാമ്പത്തികത്തിൻ്റെ ഒരു നേട്ടം, നിങ്ങൾക്ക് ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു വരവ്, ഒരു വർധനവ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വിദേശത്ത് ജോലിയുള്ളവരെ വിവാഹം കഴിക്കാം, ലേഡീസിനെ ആയാലും. ചിലപ്പോൾ വിവാഹം പെട്ടെന്ന് നടക്കുന്നതായിരിക്കാം, വിദേശത്ത് പോകുന്നത്, മറ്റ് രാജ്യങ്ങളിൽ ഉല്ലാസപൂർവ്വം അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും മുന്നോട്ടുള്ള കാലത്തേക്ക് ഒരുപാട് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി മുന്നോട്ടേക്ക് ആയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കാരണം എന്താണ്? കഴിഞ്ഞു പോയ കാലത്തേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് തന്നെയാണ് നിങ്ങളുടെ ബോഡി വരുന്നത്. കാരണം മുന്നോട്ട് പോകണം, ഫ്യൂച്ചർ നന്നായിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന സമയം കുറച്ച് നല്ല ഒരു എനർജി വരുന്നുണ്ട്. പോസിറ്റീവായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എങ്ങനെയായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും കരിയർ സംബന്ധമായ കാര്യങ്ങൾ ഇതിലൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്റ്റാറാണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കാരണം പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ ഉള്ള സാധ്യത. അത് അവിടെയും ജയം ഇവിടെയും ജയം, മനസ്സിലായില്ലേ? അത് എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇനിയും ഒന്നുമില്ല, നിങ്ങൾക്കിനി ഒരു വിഷമവും ഒരു ദുഃഖവും അനുഭവിക്കാൻ തയ്യാറല്ല. അത്രമാത്രം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കണക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്
മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു സമയം, മറ്റുള്ളവരാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ഒരു ആകാശത്തിലെ ഒരു നക്ഷത്രമായി തിളങ്ങാനുള്ള ഒരു സമയം, ഒരു സ്റ്റാറായിട്ട് നിലനിൽക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് അടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടില്ല. സാമ്പത്തിക പലർക്കും ജോലി കിട്ടുന്ന എനർജിയാണ് ഇവിടെ. ഒരുപാട് കാലം കൊണ്ട് ജോലി നോക്കിയിരിക്കുന്നവർക്കല്ല എങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാമ്പത്തികം നേടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒക്കെയും അതുപോലെ നല്ല ഒരു എനർജി വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കയ്യിൽ നിന്ന് സാമ്പത്തികം ഒഴിയാതെ വന്നു ചേരുന്ന എനർജി, മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി, മറ്റുള്ളവർ സാമ്പത്തികമുള്ള ആളാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു എനർജി, അതും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ട്യൂഷൻ എടുക്കാനും ഒക്കെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് സാമ്പത്തിക മണി ഏൺ ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഒരു വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 10 ഓഫ് കപ്സ് കണ്ടില്ലേ, ഇവിടെ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ പിരിഞ്ഞിരിക്കുന്ന ഫാമിലി ഒത്തുചേരുന്ന എനർജി, അതുപോലെ തന്നെ സോൾമേറ്റ്, ടെൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള ഒരു ഒത്തുകൂടലാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളൊത്ത് ചേർന്ന് സന്തോഷിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. കുട്ടികളുണ്ടാകാനുള്ള ഭാഗ്യം, കുട്ടികളുമായി സന്തോഷിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. 10 ഒരു മാറ്റത്തിൻ്റെ സംഖ്യയാണ്. 10 ഒരു ബിഗിനിങ് ആണ് ഇവിടെ. കണ്ടില്ലേ, ഒരു 10 എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിച്ച് പൂർണ്ണതയിലെത്തുന്നു. വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ പൂർണ്ണത ഒരു തുടക്കത്തിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണ്, അവരും കൂടെ ഇല്ല എങ്കിൽ ഈ ജീവിതം സഫലമാവില്ല, അങ്ങനെ നോക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരും കൂടി ഇല്ല എങ്കിൽ ആ ഒരു കാര്യം കൂടിയില്ല, അല്ലെങ്കിൽ വ്യക്തികളല്ല സാഹചര്യവുമാകാം, ആ ഒരു സാഹചര്യം കൂടി എന്നിലേക്ക് അടുത്ത് വന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല, അങ്ങനെ പരാതി പറഞ്ഞു നോക്കിയിരിക്കുന്ന എനർജി. അതുപോലെ തന്നെ അങ്ങനെയും ദുഃഖത്തിലാണ്ടിരിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട്. അത് വന്നു ചേരുന്നു. വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് വന്നത്, ക്യൂൻ ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും, നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ടായിരുന്നു, പല കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുമ്പോൾ, പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സ് ആകുലപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. എങ്ങനെ വേണം ചില കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ചില എക്സാം എഴുതുന്നു, ചില വിവാഹം നടക്കുന്നു, മറ്റു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തടസ്സങ്ങളെ അതിജീവിച്ച് വന്നു അല്ലേ? തടസ്സങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു, ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചത് എവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ക്ലാരിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് ആ തടസ്സങ്ങളെ മറികടന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളതുപോലെ തന്നെ നല്ല സത്യസന്ധരായ വ്യക്തികളാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്ട്രൈറ്റ് ഫോർവേഡാണ് നിങ്ങളെ ആൾക്കാർ. അപ്പോൾ നിങ്ങളിലൊരു ചതിവോ വഞ്ചനയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. തടസ്സങ്ങളുണ്ടാവും, അങ്ങനെയുള്ളവർക്കാണ് ഒരുപാട് തടസ്സങ്ങൾ കൂടെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി പറഞ്ഞല്ലോ. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, നിങ്ങൾ തമ്മിലൊരു നല്ല ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട്, ലവേഴ്സ് തമ്മിലാവാം, അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലാവാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇവിടെയും. അതുപോലെ തന്നെയാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. ഒരുപാട് നിരാശ അനുഭവിക്കുന്നു എന്നുള്ളതാണ് 4 ഓഫ് കപ്സ് പറയുന്നത്.
ഒന്നും എത്ര കിട്ടിയാലും നിരാശ മാറുന്നില്ല, എന്ത് കിട്ടിയാലും പിന്നെ സംതൃപ്തി ലഭിക്കുന്നില്ല. അത്തരം ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ വിട്ടുപോവുക, സ്നേഹം ഉണ്ട്, പക്ഷേ ഇതിനെ നിരസിച്ചിട്ട് പോകുന്ന ഒരു എനർജി. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ മനസ്സിലാവാതെ ഉണ്ട്, ഒന്ന് വിട്ടു പിരിഞ്ഞു പോവുക. ചിലപ്പോൾ ഇവർ അകലേക്ക് പോകാം, അങ്ങനെയും ഒരു ഇതുണ്ട്. എന്നിരുന്നാൽ കൂടെയും ചിലപ്പോൾ ചെറിയ കാലത്തേക്ക്, ഒരു കാലയളവിലേക്ക് മാത്രം ഒന്ന് നീങ്ങി നിൽക്കുന്ന എനർജി ഇവിടെയുണ്ട്. അവർ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. കാരണം ഇവിടെ മൈനർ അർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നിസ്സാര കാര്യങ്ങൾ, ചിലപ്പോൾ ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിലുള്ള വിഷമമാകാം ഇവിടെ. അങ്ങനെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സാധ്യം ആകാത്ത ഒരു എനർജി. സാധിക്കുന്നില്ല, ആഗ്രഹിച്ചത് സാധിക്കുന്നില്ല, അത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു നിരാശയാണ് ഇവിടെ കാണുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ എന്താണ്, ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്നു, മറ്റൊന്നിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അത് ഏത് കാര്യത്തിലായാലും പെട്ടെന്ന് ഡിവൈനായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷിക്കുക എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ലഭിക്കുന്നില്ല. പക്ഷേ കുറേ കാലം നിങ്ങളുടെ മനസ്സിൽ ഈ നിരാശയിലൂടെയൊക്കെ കടന്നുപോയി നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ചിന്തിച്ചിരിക്കാമെങ്കിൽ അതെനിക്ക് ലഭിക്കും, ഞാനതിന് പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റ് ഇവിടെ വന്ന് കൂടുന്നതാണ് ഇവിടെ അത് ലഭിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവാക്കിയിരിക്കാതെ കൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സഫലത നേടുന്നില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ സ്റ്റക്കായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് കടക്കും. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നതാണ് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്ന ഡ്രീമാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചില അവസ്ഥകളിൽ നിന്ന്, ഹാങ്ഡ്മാൻ്റെ അവസ്ഥകളിൽ നിന്ന്, തലകീഴായി നിൽക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. ബുദ്ധിയുള്ള വ്യക്തികളാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. വ്യാഴമെന്ന ഗ്രഹം നിങ്ങൾക്ക് തരുന്നത് ഭാഗ്യാനുഭവങ്ങളാണ്. ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഈ ഭാഗ്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൽക്കാല സമയത്തെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രീമാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഡ്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജിയാണ്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. മുൻജന്മത്ത് തന്നെ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കാം. അവർ തന്നെ നിങ്ങളെ തേടി ഈ ഒരു ജന്മവും വരുന്നു. കാരണം എന്താണ്, നിങ്ങൾ ചില പ്രതിസന്ധികളിൽ പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു സഹായവുമായിട്ടാണ് ആ ഒരു സോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നാണിത്. ആ ഒരു സോളിനെ സ്വപ്നം കാണുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചില വ്യക്തികൾ, എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അല്ലേ? പലർക്കും പല തരത്തിലുള്ള വ്യക്തികളെയാണ് ഇഷ്ടം. ചിലർക്ക് നീളമുള്ള ആൾക്കാരെ ആവാം, അല്ലെങ്കിൽ ഹാൻസമായിട്ടിരിക്കുന്നവർ, ചിലർക്ക് വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, അങ്ങനെയൊക്കെ കളർ സംബന്ധമായ കാര്യങ്ങളും ഹാബിറ്റ് ഇന്നതുപോലെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ചിലർക്ക് നല്ല ജോലിയുള്ളവർ വേണം, നല്ല സാമ്പത്തികമുള്ളവർ വേണം, അങ്ങനെ ഒക്കെയും ഇവിടെ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹത്തിൽ പല ആൾക്കാർ സ്വപ്നം കാണുന്ന എനർജി ഉണ്ട്. ഇത് ലേഡീസ് ആവാം, ജെൻസ് ആവാം, അതുപോലെ ഹി ഓർ ഷീ പരസ്പരം സ്വപ്നം കാണാമല്ലോ. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുന്ന എനർജിയാണ് എപ്പോഴും. അപ്പോൾ അത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാകും. കാരണം എന്താണ്, ഇത് വി ആർ ദ വേൾഡാണ്. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒത്തൊരുമിച്ച് തന്നെ നിൽക്കണം. അല്ലാതെ ഓരോരുത്തരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കൂടിച്ചേരുന്നിടത്താണ് എനർജി ഉള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെയും നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ സൗഭാഗ്യങ്ങൾക്കും ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ നല്ല ഒരു ക്രിയേറ്ററാണ്.
ഇതിൽ കവിഞ്ഞൊരു ഭാഗ്യം എന്താണ്? ദൈവാനുഗ്രഹമല്ലേ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? നല്ലൊരു ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അത് നല്ല പ്രതീക്ഷ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാം, പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ്. പ്രതീക്ഷകൾ പൂവണിയുന്നു, ആഗ്രഹങ്ങൾ സഫലമാകുന്നു, സ്വപ്നങ്ങൾ മോഹങ്ങളും ഒക്കെയും പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ പറയാം. ഇവിടെ നിങ്ങൾക്ക് മണിപൂര ചക്രത്തിൻ്റെ ആക്ടിവേഷൻ, അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ചക്ര അഥവാ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെയും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നെടുക്കും. ഈ വന്നെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ. ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ്. ഭാഗ്യത്തിൻ്റേതായ ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നു. കാരണം നിങ്ങൾക്കിവിടെ അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെയുമുള്ള സാധ്യത, ഭാഗ്യമാണ് ഇവിടെ വരുന്നത്. ഭാഗ്യം ഇവിടെ ക്രിയേറ്റിവിറ്റി 3 നമ്പർ. അത് വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഭാഗ്യാനുഭവങ്ങളെ തരുന്നതാണ് എന്ന് തന്നെ ഇവിടെ പറയാം. കാരണം ഇവിടെ കുട്ടികളുടെ ജനനം, കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള സമയം ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ റിസപ്റ്റിവിറ്റിയാണ്, സ്വീകരിക്കൽ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു നിരാശയിൽ നിന്ന് ഇവിടെ റിസപ്റ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഡിവൈൻ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഡിവൈൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രത്യേകിച്ചൊരു സ്വീകരിക്കലാണ്. ഈ ഡിവൈൻ ഗിഫ്റ്റിനെ നിങ്ങൾ സ്വീകരിക്കുക. ഒന്നിനെയും നിങ്ങൾ സ്വീകരിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്നതിനെ നിങ്ങൾ റിസപ്റ്റിവിറ്റി സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുന്നത് എന്താണ്? പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റാണത്, അല്ലേ? നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരികയാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് തരുന്നതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സന്തോഷത്തോടെയുള്ള ഈ ഒരു ഗിഫ്റ്റിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ. അതാണ് പറയുന്നത്. ദൈവത്തിലൊരു വിശ്വാസം അർപ്പിക്കൂ. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ പല കാര്യങ്ങൾക്ക്? ഇവിടെ ജോലി സാധ്യമായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച പാർട്ട്ണർ വരാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കതിന് അർഹതയുണ്ടോ? തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിക്കൂ. യൂണിവേഴ്സ് അത് കൊണ്ട് തരും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അത്രമാത്രം സന്തോഷമായിട്ടിരിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരുന്നത് എന്താണ്? നമുക്ക് നോക്കാം. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരുന്നത്, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിരുന്നത് ഇവിടെ പിങ്ക് പെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പറയുന്നത് എന്താണ്? ഏഞ്ചൽസിൻ്റെ അഡ്വൈസ് എന്താണ്? അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ മെസ്സേജ്, ഗൈഡൻസ് എന്താണ്? ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നുള്ളതാണ്. കോംപ്രമൈസ് ഇവിടെ റാഫേൽ മാലാഖയുടെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ റാഫേൽ മാലാഖ പറയുന്നത് എന്താണ്? നിങ്ങൾ പരസ്പരം കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകൂ. രണ്ടുപേർ കൂടി ചേർന്നാൽ മാത്രമേ ഇവിടെ എന്തും സാധ്യമാവുകയുള്ളൂ. അവിടെയാണൊരു ക്രിയേറ്റിവിറ്റി നടക്കുന്നത്, അവിടെയാണ് സക്സസ് വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പല കാര്യങ്ങളിലും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേർ കൂടി ചേർന്ന് എന്തിനെങ്കിലും പുറപ്പെടൂ. ഏത് കാര്യത്തിലായാലും, ജോലിക്കാര്യത്തിലാണോ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണോ, എന്തിലായാലും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സക്സസ് നേടാം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പരസ്പരം ഹീൽ ചെയ്യൂ, പരസ്പരം അനുസരിക്കൂ, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യൂ. ലൈഫ് ലോങ് നല്ല ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട്. സഫറിങ് ഇൻ സൈലൻസ് കണ്ടില്ലേ, ഒറ്റയ്ക്കിരുന്ന് ഇവിടെ ദുഃഖം അനുഭവിക്കുകയാണ്. അതുപോലെ സൈലൻസിനോട് സഫർ ചെയ്യുകയാണ്. കണ്ടില്ലേ, എന്തിനാണ് അങ്ങനെ സൈലൻസിനോട് സഫർ ചെയ്യുന്നത്? അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? ഒന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് കോംപ്രമൈസ് ചെയ്തു പോകൂ. പല പ്രശ്നങ്ങളും ഉണ്ടാകാം ലൈഫിൽ, അല്ലേ? അവിടെ പെട്ടെന്ന് ചിലപ്പോൾ ചില നിരാശകളും ദുഃഖവും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് ഒരു മോചനം വരുത്തണം. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ പിന്നീട് പറയുന്നത് എന്താണ്? ബാലൻസ് ചെയ്തു പോകാം. നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്തു പോകാൻ 2 എന്നുള്ള നമ്പറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഈ ലൈഫ് ബാലൻസ് ചെയ്തു പോകണമെങ്കിൽ എന്താണ്? ഡിവൈൻ ബ്ലെസ്സിങ്സ് കൂടിയേ തീരൂ. ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഏഞ്ചൽ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ എല്ലാ ഏഞ്ചൽസിൻ്റെയും ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വന്നു ചേരുന്നത്. ഏത് കാര്യത്തിലായാലും, നിങ്ങൾക്ക് ജോലി വേണമോ, ജോലിക്കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും
മറ്റ് പല കാര്യങ്ങളിലൂടെ ആയാൽ പോലും നിങ്ങളുടെ ഭാഗ്യം വരുന്നത് എങ്ങനെയാണ്? കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിച്ചു വരുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസ്ഡം അറിവുണ്ടാകുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള അറിവിനേക്കാളും നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകുമ്പോഴാണ് നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നത് എന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ല മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ വീട് നിങ്ങൾക്ക് അത്യാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണ്? കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോഴാണ്. ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധിക്കുമോ? അവിടെ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പോൾ അവർ ഒന്നിച്ച് കൂടിച്ചേർന്ന് അഭിപ്രായങ്ങളോട് യോജിച്ച് അഭിപ്രായ ഭിന്നത വരുത്താതെ ഇതിവിടെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ മാത്രമേ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ ആൾക്കാരറിയോ? ഒരു വഴിക്ക് പോവുകയാണ്, രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടും. ഒരാൾ തനിയെ പോയി കഴിഞ്ഞാൽ അത്രയും ചിലപ്പോൾ ഗവനിച്ചില്ല എന്ന് വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ 3 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങളെ ആൾക്കാർ അറിയാൻ തുടങ്ങും, തിരിച്ചറിയാൻ തുടങ്ങും, പ്രശംസിക്കാൻ തുടങ്ങും, ആദരവ് നിങ്ങൾക്ക് ലഭിക്കും. അതിനൊക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് കാര്യങ്ങളിലായാലും, ജോലിക്കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ പെന്നാണ്, അല്ലേ? ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്? എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ടു ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, the 8 of swords, അടുത്തായിട്ട് ലവേഴ്സ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോഡ്സ്, സ്ട്രെങ്ത്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. ദ ഔട്ട്സൈഡർ,
മൈൻഡ്, മൊറാലിറ്റി, ഗിൽറ്റ്, ദ ലവേഴ്സ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ പലരും ഒരുപാട് കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുക. എന്തെങ്കിലും കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, വിഷമം അനുഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം തരുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ കുടുങ്ങിയിരിക്കരുത്. അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിനെ ദുഃഖത്തിലാഴ്ത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു ദുഃഖത്തെ കുറച്ചൊന്ന് പിന്തള്ളുക. എന്നിട്ട് മുന്നോട്ട് എനിക്ക് സന്തോഷം വരും, എനിക്കിതിൽ നിന്നും വിജയിയാവാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മാറ്റം വരും എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് വരൂ. മുന്നോട്ട് അതിനായിട്ട് പരിശ്രമിക്കൂ. നല്ലൊരു മാറ്റത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നേരത്തെ അനുഭവിച്ചിരുന്ന ദുഃഖകരമായ അവസ്ഥകളിൽ തന്നെ കുടുങ്ങി എപ്പോഴും കിടക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മുന്നോട്ട് നല്ലൊരു സമയം നിങ്ങൾക്ക് വരും. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാനുള്ള സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങളിലേക്ക് സമ്പത്തിൻ്റേതായ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പലർക്കും ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജഗ്ലിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരും. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, പ്രതീക്ഷകൾ പൂവണിയുന്നു, ഒരുപാട് കാര്യങ്ങൾ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും വളരെയധികം നല്ല ഒരു സമയമാണെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എനർജി വന്നിരിക്കുന്നത് പെൻറ്റക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ നല്ല എനർജിയാണ്. ഇവിടെ സാമ്പത്തികം ആരിലോട്ടൊക്കെയോ വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ ചെറിയ ചെറിയ ലോട്ടറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ലോട്ടറി കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ സമയം കൂടെ നോക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയമാണെങ്കിൽ ഇവിടെ അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികത്തിൻ്റേത്. അതുതന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹത്തിന് അനുസരിച്ചുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന എനർജി ഉണ്ട്, നിങ്ങൾക്ക് വാഹനം വാങ്ങുന്ന എനർജി ഉണ്ട്, വീട് വാങ്ങുന്ന എനർജി ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പത്തിനെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 9 ആണ്. പിന്നീട് 10 വരുന്നു. 10 ഒരു മാറ്റവും വരുന്നുണ്ട് ഇവിടെ, അല്ലേ? സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു നല്ലൊരു ചേഞ്ച്, നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നല്ലൊരു സഫലത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, സന്തോഷം ലഭിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ വിവാഹം, പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയാണ്. ജോലിയുള്ള വ്യക്തികളുടേത്, ലേഡീസിൻ്റെ ആയാൽ പോലും ജോലിയുള്ള ലേഡീസിന്, അല്ലെങ്കിൽ ഹി ഓർ ഷീ നല്ല സാമ്പത്തികമുള്ള നല്ല ഫാമിലിയിലെ വ്യക്തികളെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അതുപോലെ വിദേശത്ത് പോകാനുള്ള സാധ്യത, വിവാഹം കഴിഞ്ഞിട്ട് ഒന്നിച്ച് വിദേശത്ത് പോകാനും, വിദേശത്ത് എന്തെങ്കിലും ബിസിനസ് നടത്താനുള്ള സാധ്യത, അല്ല എങ്കിൽ നാട്ടിലായാൽ കൂടെ നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള എനർജി ഇവിടെയുണ്ട്. അവിടെ അതുതന്നെയാണ് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസും തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നു. ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ മെൻ്റൽ പവർ കുറഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥ, അത് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. മുന്നോട്ട് വരാനുള്ള ഒരു കഴിവില്ലായ്മ, മുന്നോട്ട് വഴി കിടപ്പുണ്ട്, പക്ഷേ നിങ്ങൾ പരിശ്രമിക്കുന്നില്ല, നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്ന് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. കാരണം ഹാർഡ് വർക്ക് കുറവാണ് നിങ്ങൾക്ക്. അതുതന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊന്ന് നല്ലപോലെ പരിശ്രമിക്കണം.
അപ്പോൾ ആ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നുള്ളൂ. എന്തിൻ്റെ സ്വാതന്ത്ര്യമാണ്? സാമ്പത്തികപരമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു റിലേഷൻഷിപ്പ് 6 ഇവിടെ അല്ലെങ്കിൽ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരണമെങ്കിൽ ഇവിടെയും വന്നിട്ടുണ്ട് ലവേഴ്സ്. ഇതിൽ വരണമെങ്കിൽ എന്താണ്? ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില കെട്ടുപാടുകളെ നിങ്ങൾ അറുത്തു മാറ്റിയെങ്കിലേ പറ്റൂ. നിങ്ങൾ ചില കെട്ടുപാടുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തന്നെ സ്വയം വരുത്തി വച്ചിരിക്കുന്നതാവാം. അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കേണ്ടത്. മുന്നിൽ വഴിയുണ്ട്, രക്ഷപ്പെടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റാഫേൽ മാലാഖയുടെ ബ്ലെസ്സിങ്സ് ആണുള്ളത്. കണ്ടില്ലേ, പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, വളരെയധികം ഐശ്വര്യത്തിലും സമൃദ്ധിയിലും സമ്പത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കൂടിച്ചേരലാണ് ഇത്. എങ്ങനെയുള്ള കൂടിച്ചേരലാണ്? ഡിവൈൻ ബ്ലെസ്സിങ്ങോടുകൂടിയുള്ള കൂടിച്ചേരലാണ്. ഇവിടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഇവിടെ കപ്പിൾസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നല്ല ലവേഴ്സ് ആയിരുന്നിരിക്കുക. അപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണി ആവാം, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആവാം ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു പലർക്കും. ഇവിടെ അതുതന്നെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു എനർജി പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഒത്തിരി പേർ, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ജീവിതത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം. അപ്പോൾ പല ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ അത് നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങളാണ് സമ്മാനിച്ചതെങ്കിൽ ഏത് പ്രായവുമായിക്കോട്ടെ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഒരു താങ്ങായും തണലായും നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാനുമായിട്ട് നിങ്ങളോടൊപ്പം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് നിങ്ങളിവിടെ ഒന്നിച്ച് ചേരേണ്ടത്. അങ്ങനെയുള്ളവരെ ഒന്നിച്ച് ചേർക്കുക തന്നെ ചെയ്യും. അതിനി 30-ലായാലും 40-ലായാലും 50, 60, 70, 80, 90 ഏത് പ്രായമായാൽ പോലും അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്രമാത്രം നല്ലൊരു കണക്ഷൻ നിങ്ങൾക്കിവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിറച്ചുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരം ഒരു നല്ല ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതാണ് എന്നും കാണുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടെയും കണ്ടില്ലേ, ഇവിടെ ബ്ലെസ്സിങ്സ്, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഇവിടെയും ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നിസാര കാര്യങ്ങൾക്ക് നിങ്ങൾ പിണങ്ങിയാൽ പോലും പെട്ടെന്ന് തന്നെ റീയൂണിയൻ ഇവിടെ സംഭവിക്കും, റീകൺസിലേഷൻ നടക്കും. മനസ്സിലായില്ല? കാരണം എന്താണ്? പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ഒരു ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നുണ്ട് ഇവിടെ. അതാണ് പറയുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 4-5 കാർഡ്സ് മുഴുവൻ പറയുന്നത് എന്താണ്? ദൈവാനുഗ്രഹമാണ്. കാരണം അടുത്തതായിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതായിട്ട് നല്ല പരിശ്രമത്തിലൂടെ മണി ഏൺ ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ആ പരിശ്രമം നിങ്ങളെ വളരെയധികം നല്ല ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പെട്ടെന്നാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്ന തോട്ട്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. കണ്ടില്ലേ, വളരെയധികം സ്പീഡിലാണ്. ഇവിടെയും ദൈവാനുഗ്രഹമാണ്. കണ്ടില്ലേ, 8 സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ നൽകുന്നുണ്ട്. ശനീശ്വരനാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത്, പദവി നൽകുന്നത്, കീർത്തി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവർ ആദരിക്കാനും അംഗീകരിക്കാനും ഒക്കെയുള്ള, മറ്റുള്ളവരുടെ ബഹുമാനം ഏറ്റുവാങ്ങാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത്. ദൃഢനിശ്ചയത്തോടെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ലക്ഷ്യം നോക്കിക്കണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്തെയാണോ നിങ്ങളിപ്പോൾ ഉന്നം വെച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്, ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുണ്ട്. കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ തമ്മിൽ അടുത്ത് കൂടുന്നതാണ്. കാരണം നിങ്ങളുടെ വ്യക്തികളുടെ
അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി അത്രമാത്രം സ്പീഡിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ചിലപ്പോൾ കരിയർ സംബന്ധമായ ഒരു മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ഒരു മെയിൽ വരാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിളിക്കാനോ മറ്റോ നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് ഇവിടെ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന എനർജി ഇവിടെയുണ്ട്. പലർക്കും ജോലി ലഭിക്കുന്ന എനർജി, പലരുടെയും വിവാഹം നടക്കുന്ന എനർജി, പുതിയ ലവ് തുടങ്ങുന്ന എനർജി ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവാനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇത് ഔട്ട്സൈഡറാണ്. നിങ്ങളെ കണ്ടില്ല, നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് വെളിയിലേക്ക് പോകുന്നവർ നിങ്ങളുള്ളിൽ അകപ്പെട്ടു പോയിരിക്കാം, നിങ്ങളൊരു കുടുക്കിൽപ്പെട്ടു പോയിരിക്കാം. പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ? മറ്റുള്ളവർ വന്ന് രക്ഷപ്പെടുത്താൻ, എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ, ആരെങ്കിലും എന്നെ ഒന്ന് നോക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വിഷമം അനുഭവിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷ നേടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പല പരാജയങ്ങളിലൂടെയും നിങ്ങൾക്ക് പല ഗുണപാഠങ്ങൾ നേടാൻ കഴിയും. അപ്പോൾ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം, അത് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരു പാഠം പഠിക്കും നിങ്ങൾ. എപ്പോഴാണ് പാഠം പഠിക്കുന്നത്? മറ്റുള്ളവരെ അറിഞ്ഞുകൂടാതെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ. അവർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എസോർനോ എന്ന് പറയാൻ അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ലൈഫ് പരാജയത്തിലേക്ക് പോകാം. മറ്റുള്ളവരുടെ പ്രീതി വാങ്ങിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുത്തിട്ട് പോവുകയാണോ അവിടെ നിങ്ങൾക്ക് പരാജയമേ സംഭവിക്കൂ. അവർ ആരും നിങ്ങളെ തിരിച്ചറിയണമെന്നില്ല. വരുന്നവർ അവരുടെ കാര്യം കാണാൻ വേണ്ടിയാണ് നിങ്ങളോട് പഞ്ചാര പറഞ്ഞ് അടുത്ത് കൂടുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. അതുകൊണ്ട് ആൾക്കാരെ അറിഞ്ഞു പെരുമാറാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരണം. അത് നിങ്ങൾ ശ്രമിക്കുക. അതിനായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, സ്പിരിച്വൽ വർക്ക് ചെയ്യണം, ഡിവൈൻ ബ്ലെസ്സിങ്സ് നേടണം. ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെയാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഗിൽറ്റ്, ഈ ഒരു കുറ്റബോധം വരില്ല. തെറ്റുകൾ ചെയ്യാതെ നോക്കുമ്പോൾ എന്താണ് കുറ്റബോധം വരില്ല. തെറ്റുകൾ വെറുതെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുറ്റബോധം വരുന്നത്. നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണം എന്നാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ ദ ലവേഴ്സ് കണ്ടില്ലേ, ലവേഴ്സ് നിങ്ങളോട് ചേരാനുള്ള ആൾക്കാർ നിങ്ങളോട് തന്നെ ചേരും. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണിത്. യൂണിവേഴ്സ് അങ്ങനെ ഒരു അടുപ്പിക്കൽ വരുത്തും നിങ്ങളിലേക്ക്. യൂണിവേഴ്സ് കൊണ്ടുതരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് തന്നെ തരും. അത് ഏത് പ്രായമായാലും നിങ്ങളോട് ആര് ചേരണമോ എന്ന് തീരുമാനിക്കുന്നത് യൂണിവേഴ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചേരേണ്ടവർ ചേരേണ്ടിടത്ത് ചേരുക തന്നെ ചെയ്യും. പിരിഞ്ഞു പോകേണ്ടവർ, കാർമികമായ റിലേഷൻ ടോക്സിക് ആയിട്ടുള്ളത് അവിടെ പിരിഞ്ഞു പോവുക തന്നെയും ചെയ്യും. ചേരേണ്ടവർ ചേരുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. നിങ്ങൾ സെലക്ട് ചെയ്തത് ബ്ലൂ പെന്ന്. ഇവിടെ വരാൻ പോകുന്നത് എന്താണ്? ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. കണ്ടില്ല, ഇവിടെ ഈ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് റാഫേൽ മാലാഖ, അതുപോലെ തന്നെ ഗബ്രിയേൽ മാലാഖ, ശാമുവേൽ മാലാഖ ഒക്കെയും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മിഖായേൽ, മൈക്കിൾ ഒക്കെ നിങ്ങൾക്കിവിടെ, മൈക്കിളെന്നും മിഖായേലെന്നും പറയുന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നല്ല ഒരു സന്തോഷകരമായ മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന, നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? എപ്പോഴും മൈക്കിൾ അല്ലെങ്കിൽ മിഖായേൽ ഏഞ്ചലാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരുത്തുന്നുണ്ട്, നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നല്ല മാറ്റങ്ങൾ വരും. ഇവിടെയും നല്ല മാറ്റം, ഇവിടെയും നല്ല മാറ്റം. ആകെ നിങ്ങൾക്കിവിടെ മാറ്റങ്ങളുടെ തുടക്കം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ജീവിതത്തിൽ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടുള്ള സന്തോഷകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇനി എന്തിലൊക്കെയാണ്? മൂവിങ് ഓൺ എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറ്റബോധം അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് മുന്നോട്ട് നടന്നു പോകാം.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കുന്നത്. മുന്നോട്ട് പോകാമെന്നുള്ള ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ എന്താണ്, ഇവിടെ ദൈവാനുഗ്രഹമാണ് വരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സക്സസ്. ടോക്സിക്കായിട്ടുള്ള റിലേഷനിൽ നിന്ന് മുന്നോട്ട് പോകാം. പഴയ ജോലികളെ കളഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഭാരം ചുമക്കുന്ന ജോലികളുണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെ ഇവിടെ അനുഗ്രഹമാണ് പറയുന്നത്. 6 എന്ന് പറയുമ്പോൾ ഇവിടെ മാറ്റമാണ് കുറിക്കുന്നത്. നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ചിലപ്പോൾ ചില നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും വ്യതിചലിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ആവുന്നു എങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നാൽ മതി. മറ്റ് ചിന്തകളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങളിലേക്ക് ചേഞ്ച് വരുന്നുണ്ട്. 5 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, സാമ്പത്തികപരമായും അതുപോലെ ഭൗതികപരമായുമുള്ള ചേഞ്ചസ്. ഇവിടെ ഭൗതികപരമായ ചേഞ്ചസ് വരുന്നുണ്ട്. കണ്ടില്ലേ, ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും സ്ട്രെങ്ത് ലഭിക്കുന്നതായിട്ടും ഇവിടെ ഭൗതികപരമായ മെറ്റീരിയൽ കണ്ടില്ലേ. മെറ്റീരിയൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഭൗതികപരമായ സന്തോഷം. അതായത് ഇവിടെ ഫിനാൻസിൻ്റെ കാര്യമാണ്. ഇതൊക്കെ വരുമ്പോൾ തന്നെ, ഫിനാൻസ് നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നല്ല ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. അതോറിറ്റി പവർ കൈവരുന്നുണ്ട്. അതോറിറ്റി പവർ എന്താണ്, അധികാര പദവി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അധികാര പദവി നിങ്ങൾക്ക് പെർമനൻ്റായ ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലതായിട്ട് നല്ലൊരു നിലയും വിലയും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത, എല്ലാവരും അധികാരിയായി അംഗീകരിക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെയും ആകാം. വീട്ടിനുള്ളിൽ നിങ്ങൾക്ക് വില വേണമല്ലോ, ഒരു വാല്യൂ നിങ്ങൾക്ക് മറ്റുള്ള കുടുംബാംഗങ്ങൾ കൽപ്പിക്കണമെങ്കിൽ എന്താണ്, അവിടെയും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലേ. അതിനുള്ളൊരു കഴിവ്, ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമല്ലോ. അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല വലിയ ഹാപ്പി ചേഞ്ചസ് ആണ്, സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.